SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ഗവർണറുടെ തീരുമാനം. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കുക. ഈ മാസം 16 മുതൽ 18 വരെയുള്ള തീയതികളിലാണ് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുക. യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ നിന്ന് സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗവർണറും SFIയും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ നടക്കുന്ന സമയത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൌസിൽ ഗവർണർ താമസിക്കാനായി എത്തുന്നത്. 16-ാം തീയതി എത്തി 18-ാം തീയതിയാണ് ഗവർണർ തിരിച്ചു പോവുക. എന്തായാലും നേരത്തെ ഗവർണർ താമസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കാലിക്കറ്റ് നഗരത്തിൽ ഉള്ള ഗസ്റ്റ് ഹൌസിലായിരുന്നു. SFI സമരം പ്രഖ്യാപിച്ചതോടു കൂടിയാണ് ഇങ്ങോട്ട് താമസം മാറ്റാൻ തീരുമാനിച്ചത്. SFI പറഞ്ഞിരുന്നത് കേരളത്തിലെ ഒരു ക്യാമ്പസിലും ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാലുകുത്തിക്കില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ താൻ ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ താമസിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഗവർണർക്കെതിരെ ഈ രീതിയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാവാറില്ല. ഇതിന് കാരണം ഗവർണർ എന്നത് ഈ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പദവിയിലുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് സാധാരണ ഗവർണർമാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയം കളിക്കുന്നു. ഈ സംഘപരിവാർ പ്രവർത്തകരെ അനർഹമായി യൂണിവേഴ്സിറ്റിയിൽ തിരികെ കയറ്റുന്നു. അതുകൊണ്ടാണ് തങ്ങളുടെ സമരം എന്ന് പറയുന്നു. നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർക്കെതിരെയും വിദ്യാഭ്യാസ മന്ത്രിമാർക്കെതിരെയും ഈ രീതിയിലുള്ള സമരം ഒരുപക്ഷെ തെരുവിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഗവർണർക്കെതിരെയുള്ള ഈ സമരം അപൂർവമാണ് എന്ന് തന്നെ പറയാം. അതിന് ഈ ഗവർണർ തന്നെയാണ് കാരണം എന്ന് SFIയും പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിനെ സംബന്ധിച്ച് സുരക്ഷ എന്നുള്ളതാണ്. ഗവർണറുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ജില്ലയിലെ പോലീസിനെ സംബന്ധിച്ചോളം വലിയ ടെൻഷൻ ആണ് ഈ 3 ദിവസം എന്ന് പറയുന്നത്. ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും വലിയ നെഞ്ചെടുപ്പാണ്. കാരണം 3 ദിവസം അദ്ദേഹം ഇവിടെ താമസിക്കുകയല്ല, മറിച്ച് ഗവർണർ SFI പോരിത്തുടരുന്നതിനിടെ 16 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൌസിൽ ഗവർണർ താമസിക്കും.